ഇതാളേമേ കുന്തിരിക്കാം. ഇങ്ങനെ ഇടണം. മോളിൽ കൊണ്ടുപോയി എല്ലാ റൂമിലും കാണിക്കും. ഹലോ ഹലോ അബി, വസു പെട്ടെന്ന് ബോധം കെട്ടി വീണടാ. നീ ഒന്ന് പെട്ടെന്ന് വാ അബി. ഓക്കെ, ഞാൻ ദാ വരുന്നു. ഏട്ടാ, വസുന്ധരയ്ക്ക് എന്ത് പറ്റി? ഇളയമെങ്കിലും ഒന്ന് പറയൂ, വസുന്ധരയ്ക്ക് എന്താ പറ്റിയത്? ഏട്ടാ,
നിങ്ങൾ ഒരു മിനിറ്റ് എന്റെ കൂടെ പുറത്തേക്ക് വരൂ. ഡോക്ടർ പ്ലീസ് ഒന്ന് പറയൂ. വിദ്യാഭ്യാസമുള്ളവരല്ലേ, ഒരല്പമെങ്കിലും കോമൺ സെൻസ് വേണ്ടേ? പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിയെ എന്തുമാത്രം കെയർ ചെയ്യേണ്ടതാ? ശ്രദ്ധിക്കാതിരുന്നാ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഡോക്ടർ എന്താ ഈ പറയുന്നേ? അപ്പോ എന്റെ വസുവേട്ടത്തേക്ക് അബോർഷൻ ആയെന്നോ? വയറ്റിലുള്ള കുഞ്ഞ് വയറ്റിനുള്ളിൽ തന്നെ മരിച്ചെന്നോ? എല്ലാ ഈശ്വരന്റെ അനുഗ്രഹം എടുത്തി. നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചോ ഇല്ലയോ, ഈശ്വരൻ തന്റെ മഹത്വം കാട്ടി വസുവിന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ടില്ലേ എല്ലാം ഈ ഭാവന കാരണം. ആവശ്യമില്ലാതെ ഇവിടെ കൊന്തിരിക്കാൻ പോച്ചു. ആ പുക ശ്വസിച്ചും വസുവിന് അബോഷണമായി. എന്തോ ഭാഗ്യം വസുവിനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്താ എടുത്തിയത്? കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടായിരുന്നോ? ഒരു ആവശ്യമില്ലാതെ ഒരു കുഞ്ഞു ജീവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും സംഭവിച്ചിട്ടില്ല. അവർക്ക് അബോഷനൊന്നും ആയിട്ടില്ല. എന്തായാലും അമ്മയാകാൻ പോകുന്ന ഒരാളല്ലേ, അവസാന നിമിഷം കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. പുക മുഴുവനായും ശ്വസിക്കാത്തത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. Oh, God. കുഞ്ഞിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഒന്ന് തല ഇറങ്ങി വീണു, അത്രേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ നോർമൽ സ്റ്റേജിലേക്ക് വരും. താങ്ക് യു ഡോക്ടർ. ഇനി ഇങ്ങനെ സംഭവിക്കാതെ നോക്കണം അഭിരാം. 6 മാസത്തേക്കെങ്കിലും വളരെ ശ്രദ്ധ വേണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. ഞാനിപ്പോ വരാമേ. വസുന്ധര, താനിപ്പോ റെസ്റ്റ് എടുത്തോളൂ.
എനിക്ക് എന്താ പറ്റിയത്? തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പൊ താൻ റെസ്റ്റ് എടുക്ക. ഭാവനേച്ചി റൂമിൽ കുന്തിരിക്കും പുകച്ചായിരുന്നു. എനിക്ക് ആ സമയത്തൊരു തലചുറ്റൽ വന്നു. എനിക്ക് അത് മാത്രമേ ഓർമ്മയുള്ളൂ. കുന്തിരിക്കം പോകച്ചെന്ന് പറഞ്ഞ് സൈഡ് എഫക്ട്സ് ഉണ്ടാവോ വസുന്ധരെ? കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? എന്നുവെച്ചാ നമ്മുടെ കുഞ്ഞിന് ഡോണ്ട് വറി, കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ തെറ്റാണ് ചെയ്തത് വസുന്ധര. രാവിലെ തൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഓഫീസിലേക്ക് പോയി. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ ഓഫീസിൽ പോവാതെ എത്ര നാളിങ്ങനെ എന്റെ കൂടെ തന്നെ ഉണ്ടാവും? ആ കാര്യം തനിക്കും അറിയാവുന്നതല്ലേ? അപ്പോ തനിക്കെങ്കിലും ഒന്ന് ശ്രദ്ധിക്കായിരുന്നില്ലേ? ഇത് തനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അല്ലല്ലോ. കുന്തിരിക്കും പുകച്ചു എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല ഏട്ടാ. എന്തോ മയക്കം സംഭവിച്ച പോലെ. അതുമാത്രമല്ല, കുന്തിരിക്കും തിരിയൊന്നും എനിക്ക് പുതിയതല്ലല്ലോ. ഇന്നാ ഇങ്ങനെ സംഭവിച്ചേ. എന്തൊക്കെയാണെങ്കിലും ഇനിയെങ്കിലും താൻ വളരെ കെയർഫുൾ ആയിരിക്കണം. ഡോക്ടർ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം ഒരു 6 മാസമെങ്കിലും വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഓക്കെ? നാശം, സർവനാശം. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ചേച്ചിയെ വന്ന് സഹായിക്കില്ലായിരുന്നോ? ആ സന്തോഷം ഈ വീട്ടിലുണ്ടാവും നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വീട്ടിൽ നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ് വസു? അതെ ഏട്ടാ, ഏട്ടൻ എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ വസുന്ധരെ? ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ആ ചെറിയ വീട്ടില് എത്ര സന്തോഷത്തോടെ നമ്മൾ കഴിഞ്ഞേ. ചെറിയ വീട്, പ്രശ്നങ്ങളില്ലാത്ത കുടുംബം, ഇതൊക്കെ തന്റെ ആഗ്രഹം. അവിടെ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു. എന്നാ ഇവിടെ എല്ലാരും ഒരുമിച്ചുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമില്ലേ? എനിക്കെന്തോ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നത് വരെ ആ വീട്ടിൽ താമസിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു ഏട്ടാ. വസുന്ധരെ, താനെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാരെയും വിട്ടിട്ട് നമ്മൾ എങ്ങനെ അവിടെ താമസിക്കും? താമസിച്ച കുറച്ച് ദിവസം തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേട്ടാ. താൻ എന്താ പറഞ്ഞു വരുന്നത് വസുന്ധര? ഇത്രയും നാൾ നമ്മൾ താമസിച്ച വീടല്ലേ ഇത്? ഇപ്പൊ എന്തോ ഒരുപാട് വ്യത്യാസമുള്ളത് പോലെ. എല്ലാവരും പുതിയ ആൾക്കാരെ പോലെ തോന്നുക. താൻ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വെറുതെ ഭയപ്പെടുകയാ. താൻ ഇന്നിവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാ തനിക്കിങ്ങനെ സംഭവിച്ച ഉടനെ തന്നെ ഏട്ടത്തി ഡോക്ടറെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞത്. ഏട്ടൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത്. ആ വീട്ടിൽ വെച്ചാണ് തനിക്കിങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ ആരെന്നെ അറിയിക്കുമായിരുന്നു വസുന്ധര? അങ്ങനെയല്ല ഏട്ടാ. പ്ലീസ് വസുന്ധര, ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ക്ഷേത്രം പോലെ. ഈ വീട്ടിലുള്ള എല്ലാവരും എന്റെ സ്വന്തക്കാരാ. ഈ വീട് ഇവിടെയുള്ള ഒരു ഉപേക്ഷിച്ച് മാറി താമസിക്കാന്ന് ഇനി ഒരിക്കലും എന്നോട് പറയരുത് പ്ലീസ്.
തൻ്റെ കൂടെ ഞാനുണ്ട്. ഒരു പേടിയും വേണ്ട. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ? ആ എന്തു പറ്റിയുള്ള അമ്മേ? വസുവിന് ഡൗട്ട് വന്നു തുടങ്ങിയടാ. ഈ വീട് വിട്ട് പുറത്തു പോയാലെന്ന് അവള് പറയാ. അപ്പോ അഭിയേട്ടൻ എന്താ പറഞ്ഞത് ആന്റി? ഭാഗ്യം എപ്പോഴും നമ്മുടെ ഭാഗത്ത് തന്നെയുള്ളത്. വീണ്ടും ഈ വീട് വിട്ട് പുറത്തേക്ക് പോകാൻ അഭിക്ക് തീരെ ഇഷ്ടല്ല. അപ്പോ നമുക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയെന്ന് തോന്നുന്നു. അത് അവസാനത്തെ ചാൻസ് ആയിരിക്കും കൊച്ചുമോനെ. രണ്ടാമത്തെ തവണ നമ്മൾ ഫെയിലായ അപ്പൊ അഭിക്കും ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അത് ശരിയളേമ്മേ. അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാ ഉടനെ വസുവിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് ഇറങ്ങും. അവര് പുറത്തു പോയാൽ കുഴപ്പമില്ല ഏട്ടാ, പക്ഷെ നമ്മളെ പുറത്താക്കിയാലാണ് പ്രശ്നം. നെക്സ്റ്റ് ടൈം ഫെയിൽ ആകാനേ പാടില്ല. അവർക്ക് ആഘോഷം നടന്നേ പറ്റൂ. വയറ്റിൽ വളരുന്ന കുഞ്ഞ് ചാകണം. അപ്പോ ഇത്തവണ പ്ലാനിങ് തെറ്റാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവി ഭദ്രാവുകയുള്ളൂ. അല്ലെങ്കിൽ വസുവിന് വന്ന ഡൗട്ട് അഭിക്കും ഉണ്ടാവും. വസു ഏട്ടത്തിയുടെ കാര്യം വിട്ടേക്കേട്ടാ. ഭാവന ഏട്ടത്തിക്ക് ഡൗട്ട് വന്നാലോ? അണഞ്ഞുപോയ കുന്തിരിക്കത്തിന്റെ മണവും ഈ ഓയിലിന്റെ മണവും ഒന്നാണല്ലോ. ഈ മണം എങ്ങനെ ഇതിനകത്ത് വന്നു? കുന്തിരിക്ക് എങ്ങനെയാ പോക്കിന്നെന്ന് കണ്ടുപഠിക്കും. എന്താ ഇത്? ഇതില് കുന്തിരിക്കല്ലോ. പോയി എടുത്തിട്ട് വാ. ഓ ഇളയമ്മ കുന്തിരിക്ക ഇടുന്നതിന് മുൻപ് അകത്തേക്ക് പോയില്ലേ? ഒരുപക്ഷെ അപ്പോ ഈ ഓയിലിനെ ഇതിനകത്തേക്ക് ആദ്യം ഇത് എന്ത് ഓയിലാണെന്ന് കണ്ടുപിടിക്കണം. ഹലോ ഡോക്ടറിന് ഞാനൊരു ഓയിൽ ബോട്ടിലിന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് പറയാമോ? ആ ഒരു മിനിറ്റ്. മൈ ഗോഡ്, ഈ ലിക്വിഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഈ വീട്ടിലുണ്ടായിരുന്നതാ. ഇതുകൊണ്ട് എന്തെങ്കിലും ആപത്തുണ്ടാവോ ഡോക്ടർ? അത് വളരെ ഡേഞ്ചറസ് ആയ ലിക്വിഡാ. ഗർഭിണികളായ സ്ത്രീകൾ ആ ലിക്വിഡ് നേരിട്ട് ഉപയോഗിച്ചാലോ അതിനെ പുകയായി ശ്വസിച്ചാലോ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാവും. അബോർഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഐ തിങ്ക് വസു ഈ ലിക്വിഡ് പുക ശ്വസിച്ചിട്ടാവും ബോധക്ഷയം ഉണ്ടായത്. ഇതൊക്കെ എന്തിനാ വീട്ടിൽ സൂക്ഷിക്കുന്നത്? അത് വലിച്ചെറിഞ്ഞേക്ക്. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. അപ്പോ ഈ ഓയിലിനെ കുന്തിരിക്കത്തിൽ കലർത്തി എന്റെ കൈകൊണ്ട് തന്നെ വസുവിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നോ? എത്ര ദുഷ്ടന്മാരാ ഇവര്!
നിങ്ങളൊക്കെ എന്ത് ചെയ്യാനാ? ഉറക്കം വരുന്നില്ലേ ഉണ്ണി? ശരിക്കും പേടിയാവുന്നുണ്ടമ്മേ. എന്തിന്? എന്തോ എനിക്കും അറിയില്ല. ഈ വീടിനകത്ത് എന്തോ പോലെ തോന്നുന്നു.